മാറിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇന്നുള്ള ജോലി ആവില്ല, നാളെ ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഖത്തറിൽ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോഷൻ സാധ്യതയില്ല. പക്ഷേ ജോലി സ്ഥലത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ മാറിക്കൊണ്ടേയിരിക്കണം. സ്ഥിരമായി ഒരു പ്രൊഫഷൻ നമ്മുടെ പൊസിഷൻ സെയിം ആണെങ്കിലും നമ്മുടെ കരിയറിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർക്കുകൾ വ്യത്യസ്തമാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഞാൻ സൂചിപ്പിക്കാം. 100 ആളുകളെ ഒരു ഇന്റർവ്യൂവിന് ക്ഷണിച്ചു, 100 പേരെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചു. 10 പോസ്റ്റാണ് അവിടെ ഉള്ളത്. 100 പേരെയും എടുക്കുന്നത് ഒരു മാൻ പവർ ഏജൻസിയെ വിളിച്ചുകൊണ്ടാണ് ഇത് ഏൽപ്പിക്കുന്നത്. അങ്ങനെ 100 കാൻഡിഡേറ്റ് കൃത്യസമയത്ത് 8 മണിക്ക് അവിടെ എത്തിപ്പെടുന്നു. 8 മണിക്ക് അവിടെ എത്തിപ്പെടുന്നു. ഇന്റർവ്യൂ 10 മണിക്കാണ്. അവിടെ വന്ന സന്ദർഭത്തിൽ ഒരു ലേഡി മാത്രമാണ് അവിടെ റെസ്യൂമായി വന്നിട്ടുള്ളത്. ബാക്കി 99 ആളുകളും റെസ്യൂം എടുക്കാൻ മറന്നുപോയി. പക്ഷെ അവരുടെ പ്രിഫറൻസ് അല്ലായിരുന്നു അത്. അവർക്ക് അറിയില്ലായിരുന്നു, അവരോട് കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വന്ന ചില ആളുകൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാർക്ക് ലിസ്റ്റ് ഉണ്ട്, OBC സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഖത്തർ എല്ലാം ഉണ്ട്. പക്ഷെ റെസ്യൂം മാത്രം എടുത്തില്ല. അങ്ങനെ HR പറഞ്ഞു, ഒരു സ്ത്രീ മാത്രമാണ് റെസ്യൂം കൊണ്ടുവന്നുള്ളത്, നിങ്ങൾക്ക് 2 മണിക്കൂർ സമയം തരാം, 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എല്ലാവരും CV ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് CV ഉണ്ടാക്കി എല്ലാവരും. അങ്ങനെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. 10 പേർക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ 10ാമത് വരുന്ന വ്യക്തി ഒരു മാധവൻ എന്ന വ്യക്തിയാണ്. 10ാമത്തെ വ്യക്തിയും സെലക്ട് ചെയ്ത ആളാണ്. പക്ഷേ ഫൈനൽ സ്റ്റേജിൽ റിജക്ഷൻ ചെയ്തു. എന്തായിരുന്നു കാരണം അറിയോ? ആ സ്ത്രീയുടെ CV കോപ്പി ചെയ്ത സന്ദർഭത്തിൽ എല്ലാം കോപ്പി എടുത്തു. അതിൽ ജെൻഡർ ആണെന്നുള്ളത് പെണ്ണായി മാറ്റി. അപ്പൊ അവിടെ വന്ന പെണ്ണിന്റെ CV കോപ്പി ചെയ്തപ്പോ എല്ലാം കോപ്പി ചെയ്തു. അവിടെ ജെൻഡർ മാറ്റാൻ പോലും മറന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കണ്ടന്റും കണ്ടക്സ്റ്റും മാറിക്കൊണ്ട് റെസ്യൂം ചെയ്യണം, നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മറ്റൊരു സാഹചര്യം, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തു. ഏകദേശം 6 വർഷത്തോളം ജോലി ചെയ്തു. NIT-യിൽ നിന്നും നല്ല ക്വാളിഫൈഡ് ആയുള്ള ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമറാണ്, അറിയപ്പെടുന്ന പ്രോഗ്രാമറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാഷൻ ടീച്ചിങ് ആണ്. അങ്ങനെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ജോലി ഓഫർ കിട്ടാൻ ഒരു സുഹൃത്ത് മുഖേന. കാരണം അദ്ദേഹത്തിന് പാഷൻ എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ജോലി സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ CV, സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആ CV ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നു. ഫൈനൽ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ സാലറിയിൽ വലിയൊരു ഡിഫറൻസ് വന്നു. കാരണം എന്താ വെച്ചാല് അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ച CV തന്നെ ഇവിടെ ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലുക്കിംഗ് ഫോർ എ ചലഞ്ചിങ് പ്രൊഫഷൻ ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇൻ യുവർ IT ഇൻഡസ്ട്രി. അദ്ദേഹം ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം കൊടുക്കേണ്ടത് ഞാന് നല്ലൊരു ടീച്ചിങ് പ്രൊഫഷനാണ് എക്സ്പെക്ട് ചെയ്തത് എന്നായിരുന്നു. പക്ഷെ ഖത്തർ യൂണിവേഴ്സിറ്റി കൊടുക്കുമ്പോൾ ബാംഗ്ലൂരിൽ കൊടുത്ത അതേ CV തന്നെ വർഷങ്ങളായി ഉപയോഗിച്ച് CV മാത്രം അപ്ഡേറ്റ് ചെയ്യാതെ ഖത്തർ യൂണിവേഴ്സിറ്റി കൊടുക്കും. അതിന്റെ പേര് അദ്ദേഹം സാലറി കിട്ടുമെന്നുള്ളത്. സോ എന്റെ അഡ്വൈസ് എന്താ വെച്ചാല്, നമ്മള് കരിയറിന് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ റെസ്യൂം ചെയ്യണം, സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇഫ് വി ആർ നോട്ട് അപ്ഡേറ്റഡ് വി വിൽ ബി ഔട്ട്ഡേറ്റഡ് എന്നൊരു മെസ്സേജ് ആണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നമ്മുടെ കരിയർ രംഗത്ത് കൂടുതൽ ഉന്നമനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്ഥിരമായി നമ്മൾ ഒരു പുതിയൊരു പ്രൊഫഷനിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണെങ്കിൽ അത് അലക്കൂലായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ആരൊക്കെയോ തുടങ്ങി വെച്ച ഒരു എക്സൽ ഷീറ്റ് പ്രോഗ്രാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇഫ് വി വാണ്ട് ടു ഹാവ് എ ലൈഫ് ടു ബി ഈസി ഇൻ അവർ കരിയർ, നമ്മുടെ ഓഫീസിലെ ജോലിയിൽ കൂടുതൽ നമുക്ക് ഉന്നമനങ്ങൾ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പോളിസിയാണ്: ഇഫ് വി വാണ്ട് ടു ഡു ഈസി തിങ്സ് our life will be very tough. If you are ready to do hard things, our life will be very easy in our office. I will repeat again: if you are ready to do easy things, our life will be tough. If you are ready to do hard things, our life will be very easy. എന്നൊരു മെസ്സേജ് ആണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കരിയർ രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മുടെ ഈ ഒരു യാത്ര സഹായകരമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ നമ്മൾ പരസ്പരം ആശ്രിതരായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത്. നമ്മുടെ കരിയർ രംഗത്ത്
മറ്റുള്ളവരുടെ അറിവുകൾ നമ്മൾ പരസ്പരം വാസിക്കാനും നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ രംഗത്ത് കൂടുതൽ പ്രൊമോഷൻ ലഭിക്കുവാനും പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഒരു സഹായകമായിരിക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അത് ചെറുതാവാം വലുതാവാം, അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ അജറുകളുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നമ്മോട് കരുണ കാണിക്കും. അത് ഏത് മേഖലയിലില്ല, ആ സഹായം എല്ലാത്തിനും ബാധകമാണ്. അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.